ഉച്ചഭക്ഷണം തയ്യാറാക്കാനായി മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവനക്കാർ പുതിയ ചാക്ക് പൊട്ടിച്ചപ്പോഴാണ് ചത്ത എലിയെ കണ്ടത്. ചത്ത് ദിവസങ്ങൾ കഴിഞ്ഞതിനാൽ സ്റ്റഫ് ചെയ്ത പരുവത്തിലായിരുന്നു എലി. എലി മാത്രമല്ല, ബീഡിക്കുറ്റിയും കല്ലും ഉൾപ്പെടെ പൂത്ത് പഴകിയ അരിയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് വഴി പൂവാട്ടുപറമ്പ് മാവേലി സ്റ്റോറിൽ നിന്നും സ്കൂളിലേക്ക് എത്തിച്ചത്. ഇതൊരു വിഷയം തന്നെയാണല്ലോ. 1020 അധികം കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിത് മാറ്റിവെച്ചു. 1020 നമ്മളിത് മാറ്റിവെച്ചു വേറെ ചാക്കെടുത്തിട്ട് സാധാരണ ഞങ്ങൾ ചൂടുവെള്ളത്തിൽ അരി പേറ്റ് എല്ലാം മാറ്റി ചൂടുവെള്ളത്തിൽ കഴുകി അങ്ങനെ നല്ല വൃത്തിയായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കണ്ട ഉടനെ ഇത് മാറ്റിവെച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉച്ചഭക്ഷണത്തിന് അനുവദിച്ച 60 ചാക്കരി സ്കൂളിലെത്തിച്ചത്. മുൻപ് ഉപയോഗിച്ച അരി ഇത്ര വലിയ തോതിൽ മലിനമായിരുന്നില്ലെന്ന് ജീവനക്കാർ പറയുന്നു. ഇത്തവണ എത്തിച്ച മറ്റു ചാക്കുകളിലും ഈ മാലിന്യങ്ങൾ ഉണ്ടാകുമോ എന്നാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ആശങ്ക. സംഭവത്തെ തുടർന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തി. സ്കൂളിലെ 1020 വിദ്യാർത്ഥികളാണ് ഉച്ചഭക്ഷണത്തിന്റെ ആനുകൂല്യം അനുഭവിക്കുന്നത്. എലിയും കൊതുകുകളുമൊക്കെ വലിയ തോതിൽ പകർച്ചവ്യാധികൾക്ക് കാരണമാകുമ്പോഴാണ് ചെറിയ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന അരിയിൽ ഇത്തരം വലിയ മാലിന്യങ്ങൾ ഉണ്ടാകുന്നത്. വി ഷബ്ന, ഇന്ത്യ വിഷൻ, കോഴിക്കോട്.